എ ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന സിനിമയിലെ ഇതിന് സമാനമായ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ടൈപ്പ് ഹീറോയിസം പടങ്ങൾ, അതായത് നായകൻ സാധാരണക്കാരനെ പോലെ കാണാൻ തോന്നുമെങ്കിലും അയാൾക്ക് ഗംഭീരമായ ഒരു പാസ്റ്റ് ഉണ്ട് എന്ന സൈസ് സിനിമകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഏറെക്കുറെ എല്ലാ സിനിമാ ഇൻഡസ്ട്രികളിലും നായക നടന്മാർ അഭിനയിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ RS ദുരൈ സെന്തിൽകുമാർ ലെജൻഡ് ശരവണനെ നായകനാക്കി ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലീഡർ എന്ന പടത്തിന് പുതുമയില്ല എന്ന് ഞാൻ കുറ്റപ്പെടുത്തില്ല. ഓഡിയൻസ് പ്രതീക്ഷിക്കാത്തത് ട്വിസ്റ്റായിട്ട് കൊടുക്കണം എന്ന പേരിൽ ഒരു ലോജിക്കും ഇല്ലാത്ത ടൈപ്പ് പല സംഗതികളും ഈ പടത്തിന്റെ എഴുത്ത് കാട്ടിക്കൂട്ടുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ പലപ്പോഴും ഊറിച്ചിരിക്കാനുള്ള അവസരം നമുക്ക് തരുന്നുണ്ട്. വെറും 136 മിനിറ്റ് മാത്രമുള്ള ഈ സിനിമ ഒരു സ്ഥലത്തും ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ അത് സിനിമയുടെ എഴുത്തിന്റെ മികവ് കൊണ്ടല്ല, ലോജിക്കില്ലാത്ത മൊമെന്റുകൾ, ശ്വാസം വിടാൻ സമയമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന അൺഒഫീഷ്യൽ തമിഴ് പടം ഫ്രാഞ്ചൈസ് എൻട്രിയാണ് ഒരർത്ഥത്തിൽ ഈ സിനിമ. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ ആരെങ്കിലും ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ വ്യക്തി ഒരു റോസ്റ്റ് ചാനലിന്റെ ഉടമയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നായകനായിട്ടുള്ള ശക്തിവേൽ തൂത്തുക്കുടിയിൽ ഒരു മെക്കാനിക്കാണ്. ശക്തിവേലിന്റെ ഭാര്യ വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു. കേൾവിക്കുറവുള്ള മകളോടൊപ്പമാണ് ശക്തിവേൽ ജീവിക്കുന്നത്. എന്നാൽ അനാവശ്യമായിട്ട് ചില അധോലോക കണ്ടെയ്നർ ഡീലുകളിലേക്ക് ശക്തിവേലിന്റെ മകൾ വലിച്ചിഴക്കപ്പെടുന്നതും അതിനോട് അയാൾ പ്രതികരിക്കുന്നതുമാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഫിൽമോഗ്രാഫിയുള്ള സംവിധായകനാണ് RS ദുരൈ സെന്തിൽകുമാർ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗ്രേ സോണിലുള്ള കൊടി പോലെ ഒരു ത്രില്ലർ പുള്ളി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടാസ് എന്നൊരു ബോംബ് പടം അതിനുശേഷം പിടിച്ചിട്ടുണ്ട്. ലെജൻഡിന് ശേഷം ശരവണൻ അഭിനയിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് പുള്ളിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അറ്റ്ലീസ്റ്റ് ഐഡിയ എങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് കരുതിയത്. ഇനി അങ്ങോട്ട് റിവ്യൂവിൽ സ്പോയിലറുകൾ ഉണ്ടാകും. ട്രെയിലർ കണ്ടിട്ട് പടം കാണാൻ ആവേശത്തോടെ ഇരിക്കുന്നവർ ബാക്കി ഭാഗം വേണമെങ്കിൽ മാത്രം കാണുക. സംഭവം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറച്ച് അധികമുള്ള സലാം കാശ്മീരാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നായകൻ ശക്തിവേലാണ് ഇവിടുത്തെ മേജർ ശ്രീകുമാർ. ഈ ഒരു ട്വിസ്റ്റ് ഇങ്ങനെ നേരത്തെ പറയാനുള്ള ഒരു കാരണം, പടം തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഈ ട്വിസ്റ്റ് എപ്പോൾ കാണിക്കുമെന്ന് കാത്തിരിക്കുന്ന അവസ്ഥയിലായിരിക്കും പ്രേക്ഷകർ. ഇങ്ങനെ ഒരു സംഭവം പടത്തിന്റെ ഇന്റർവെൽ ഭാഗത്ത് റിവീൽ ചെയ്തതിന് ശേഷം നായകനില്ലാത്തൊരു സാധനമായിട്ടുള്ള സ്വാഗർ സെലിബ്രേറ്റ് ചെയ്യാനാണ് സിനിമ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ പൊട്ടിത്തെറിയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നായകന്റെ മാസ്റ്റർ പ്ലാനുകളും പിന്നെ ഈ അടുത്ത് വന്ന ഹിന്ദി സിനിമയായിട്ടുള്ള കില്ലിൽ കണ്ടിട്ടുള്ള തരം ഫൈറ്റ് സീക്വൻസും ഒക്കെ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് കൊഴുപ്പിച്ചെടുക്കാൻ സംവിധായകൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു മാനിക്വിന്റെ ഇമോഷണൽ റേഞ്ച് മാത്രമുള്ള നായകനെ വെച്ച് ചെയ്തൊപ്പിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. ആ ഭാഗങ്ങൾ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്, പക്ഷെ അത് സംവിധായകൻ ഉദ്ദേശിച്ച രീതിയിലല്ല എന്നൊരു വ്യത്യാസമുണ്ട്. കമേഴ്ഷ്യൽ സിനിമ വളരെയധികം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തമനൊക്കെ ഒരുക്കുന്ന BGM ഒക്കെ കേൾക്കുമ്പോൾ ഒരു ഫാന്റസി ആയിട്ട് സ്വയം ഒരു ഹീറോയെ പോലെ സ്ക്രീനിൽ വരുന്നതൊക്കെ സങ്കല്പിക്കും. ലീഡർ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫാന്റസിയുള്ള മറ്റൊരു വ്യക്തി, അയാൾക്ക് ആ ഫാന്റസി റിയാലിറ്റി ആക്കാനുള്ള പണം കയ്യിലുള്ളത് കൊണ്ട് സിനിമയാക്കി എന്ന് പറയുന്നത് പോലത്തെ ഒരു ക്രിയേഷനാണ്. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മര്യാദക്ക് ഒരു തിരക്കഥ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ മെനക്കെട്ടിട്ടില്ല. തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പല പല സിനിമകളിലെ മാസ് മൊമെന്റുകളുടെ ഒരു ലിസ്റ്റ് ശരവണൻ കൊടുത്തപ്പോൾ ലോജിക്കൊന്നും കാര്യമായിട്ട് നോക്കാതെ അതെല്ലാം ഏതെങ്കിലും വിധേന കൂട്ടിച്ചേർത്ത് ഒരു സിനിമയാക്കിയതുപോലത്തെ അവസ്ഥയാണ് ഒരർത്ഥത്തിൽ ലീഡർ. നമ്മുടെ നായകന്റെ പാസ്റ്റിൽ പുള്ളി ഇന്ത്യയിലെ ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള 12 പേരുടെ സംഘത്തിന്റെ ലീഡറാണ്. പക്ഷെ വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുന്ന മിഷനൊക്കെ നടത്തുന്ന ഇവർക്ക് ഒരു സിറ്റുവേഷൻ അനാലിസിസ് ചെയ്യാനുള്ള കഴിവ് പരമശോകമാണ്. ഇങ്ങനെയുള്ളൊരു 12 പേരെയാണ് ഇന്ത്യയിലെ ഷാർപ്പസ്റ്റ് എന്ന് അവർ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ചെറുതായിട്ട് രാജ്യത്തെ അപമാനിച്ചതിന് സിനിമയ്ക്കെതിരെ കേസ് കൊടുത്താലോ എന്ന് തോന്നിപ്പോകും. ഈ പടത്തിൽ ഏറ്റവും ആദ്യം വരുന്ന കുറെ SUVകളും ട്രക്കുകളും ഒക്കെയുള്ള ഒരു ആക്ഷൻ ബ്ലോക്ക് ഉണ്ട്. അതിന്റെ ഒരു കാര്യകാരണങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നായകനെ പോലീസ് പറ്റിക്കുന്നു, പക്ഷെ പിന്നീട് പോലീസിന് മനസ്സിലാക്കുന്നു ഇതെല്ലാം നായകന്റെ പ്ലാൻ ആയിരുന്നു, അപ്പോൾ പറ്റിക്കപ്പെട്ടത് പോലീസായിരുന്നു. അങ്ങനെ സാക്ഷാൽ ക്രിസ്റ്റഫർ നോളന് പോലും പോസ് അടിച്ച് റീവൈൻഡ് ചെയ്ത് ലോജിക്ക് പേപ്പറിൽ എഴുതി മനസ്സിലാക്കേണ്ട ടൈപ്പ് കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പാണ് പടത്തിലുള്ളത്. ക്രിഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഓഡിയൻസ് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു സംവിധായകൻ തുടക്കത്തിൽ തന്നെ അതങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രിഞ്ച് എന്താണെന്ന് പുള്ളി ധരിച്ചു വെച്ചതിലും എന്തൊക്കെയോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഈ പടത്തിൽ ഒരു ഘട്ടത്തിൽ സീക്രട്ട് ഏജന്റുമാരെ പോലെ വർക്ക് ചെയ്യുന്ന നായകനും നായികയും നായികയുടെ അമ്മയെ അവരുടെ ജോലി എത്തരത്തിലുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷന്റെ നടുവിൽ കൊണ്ടുപോകുന്നത് കാണിക്കുന്നുണ്ട്. ഈ മധുചന്ദ്രലേഖയിലെ ഉർവശിയോ ബാംഗ്ലൂർ ഡേയ്സിലെ കൽപ്പനയോ ദുരന്തർ പോലെ ഒരു സിനിമയിൽ രൺവീർ സിംഗിനെ കാണാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ട് രൺവീർ അവരെയും കൂട്ടി വെടിവെപ്പും ബോംബ് സ്ഫോടനവും നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ എങ്ങനെയുണ്ടാകും? അമ്മാതിരി സീനുകളാണ് ഈ പടത്തിൽ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം കണ്ട് സഹിച്ചതിന് ശേഷം നമ്മൾ ഈ കഥാപാത്രങ്ങളെ ഓർത്ത് അവർ കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ഓർത്ത് സങ്കടപ്പെടണമെന്നാണ് സംവിധായകൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ താടിയൊക്കെ വെച്ച് കുറച്ചുകൂടെ സ്വാഭാവികമെന്ന് തോന്നുന്ന സ്കിൻ ടോണിലൊക്കെയാണ് ശരവണൻ വരുന്നത്. മൊത്തത്തിൽ ഒരു കോസ്മെറ്റിക് ഡൗൺഗ്രേഡ് നടത്തിയിട്ടുള്ളത് കൊണ്ട് അഭിനയം മെച്ചപ്പെട്ടു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്.
പുള്ളിയുടെ കഴുത്തിന്റെ മസിലുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫേഷ്യൽ മസിലുകൾ പോലെ കഴുത്തിലെ മസിലും അനങ്ങാത്തതുകൊണ്ട് പലപ്പോഴും തിരിഞ്ഞു നോക്കാനൊക്കെ പഴയ ബാറ്റ്മാനെ പോലെ അപ്പർ ബോഡി മൊത്തത്തിൽ തിരിയുന്നുണ്ട്. കറങ്ങി തിരിഞ്ഞ് പൊടിയിലും വെള്ളത്തിലും ഒക്കെ പോയാലും കൊക്കയിൽ വീഴാൻ പോയാലും ഒക്കെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ഹെയറും മേക്കപ്പുമാണ് പുള്ളിക്കുള്ളത്. പട്ടാളത്തിലായിട്ട് അവിടെ നിന്ന് പണി നിർത്തി പോലീസിൽ ചേർന്ന SP കഥാപാത്രത്തെയാണ് ശ്യാം ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം പുള്ളിയുടെ കുടുംബത്തിൽ എല്ലാവരും പോലീസുകാരാണ് എന്നതാണ്. ക്ലൈമാക്സിൽ വരുന്ന ഒരു തണുത്ത ട്വിസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ആവേശം മൂത്ത് അബദ്ധം കാണിക്കുന്ന സത്യസന്ധയായ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് ആൻഡ്രിയ ജെർമിയ പടത്തിൽ വരുന്നത്. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻഡ്രിയ പടത്തിലുള്ള കാര്യം മറന്നുപോകും. ശരവണനുമായിട്ട് കോമ്പിനേഷൻ വരുന്ന സീനുകളിൽ ശ്യാമിന്റെയും ആൻഡ്രിയയുടെയും മുഖത്ത് ഈ പടം ചെയ്യേണ്ടി വന്നതിലുള്ള നിരാശ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചു കാലം മുന്നേ വരെയുള്ള തമിഴ് സിനിമകളിൽ കാണുന്ന കോട്ടും സൂട്ടും ഇട്ട സൈക്കോപാത്തിക് വില്ലൻ സംഗതിയാണ് സന്തോഷ് പ്രതാപ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സംഭവം നല്ല പക്ഷത്താണ് ും ചില പ്രധാന ഇൻഫർമേഷനുകൾ ഒളിപ്പിച്ചു വെക്കുന്ന ലാലിന്റെ കഥാപാത്രമാണ് എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിലെ ശരിയായ സൈക്കോപാത്ത്. സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രം തന്നെ വേറെ ഒരു പേരിൽ ചെയ്യുകയാണ് പ്രഭാകർ. പായൽ രാജ്പുത്ത് ആണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്നിലധികം ടാലന്റുകളുള്ള ഒരു ക്യാരക്ടറാണ് ലെജൻഡ് ശരവണൻ അവതരിപ്പിക്കുന്ന നമ്മുടെ ഹീറോ. ഏതുതരം വണ്ടിയും ശരിയാക്കാൻ അറിയുന്ന മെക്കാനിക്കാണ് അയാൾ. ഇന്ത്യക്ക് വേണ്ടി സീക്രട്ട് മിഷനുകളിലൊക്കെ പോകുന്ന സ്പെഷ്യൽ ഫോഴ്സിന്റെ തലവനാണ് അയാൾ. മരിച്ചുപോയ ഭാര്യയെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് മകൾക്ക് അമ്മയുമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദഗ്ധനും കൂടിയാണ് അയാൾ. കോളേജിൽ വെടിവെപ്പ് നടക്കുമ്പോൾ പുസ്തകമാണ് ഏറ്റവും വലിയ ആയുധം, അതുകൊണ്ട് ലൈബ്രറിയിലേക്ക് പോയിക്കോളൂ എന്ന് കുട്ടികളോട് പറയാനും അയാൾ മറക്കുന്നില്ല. സംഭവം ഈ ക്യാരക്ടറിന്റെ ഗുണഗണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആരും സ്വപ്നം കാണുന്ന ക്യാരക്ടറാണ്. നിർഭാഗ്യവശാൽ എഴുത്തിന്റെ ഒരു മെച്ചം കാരണം കാണുന്ന പ്രേക്ഷകന് പടം ഏതാണ്ട് ഒരു ദുസ്വപ്നമായിട്ട് മാറുകയാണ്. സമീപകാലത്തുള്ള ഒരു ട്രെൻഡായിട്ടുള്ള പടത്തിന്റെ അവസാനം രണ്ടാം ഭാഗത്തിന്റെ ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന രീതിയിലാണ് ഈ സിനിമയും അവസാനിക്കുന്നത്. സിലബറ്റായിട്ട് മെയിൻ വില്ലനെ കാണിക്കുന്നുമുണ്ട്. ബാക്കി സിനിമകളിലൊന്നും രണ്ടാം ഭാഗം വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ലെജൻഡ് ശരവണൻ ബെഞ്ച് മാർക്ക് തന്നെ അങ്ങ് ഗ്രൗണ്ട് ലെവലിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ പടത്തിൽ കാണിക്കാൻ മിസ്സായിട്ടുള്ള ഹീറോയിസം പരിപാടികൾ കാണിക്കാൻ വേണ്ടിയിട്ട് ലീഡറിന്റെ രണ്ടാം ഭാഗം വന്നുകൂടായില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്